നമസ്കാരം. ട്രംപിന്റെ ഭീഷണികൾക്കും ഉപരോധം ഏർപ്പെടുത്താനുള്ള നീക്കങ്ങൾക്കും പിന്നാലെ പ്രതികരണവുമായി ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി. തങ്ങൾക്ക് നേരെ ഇനിയും ഭീഷണി തുടർന്നാൽ തിരിച്ചടിക്കാൻ യാതൊരു മടിയും ഉണ്ടാവില്ലെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി പറഞ്ഞു. 1979 ഇറാനിയൻ വിപ്ലവത്തിന്റെ വാർഷികം ആചരിക്കുന്ന പരിപാടിയിൽ സൈനിക കമാൻഡർമാരുമായി സംസാരിക്കുകയായിരുന്നു ഖമേനി. അവർ നമ്മളെക്കുറിച്ച് പരാമർശങ്ങൾ നടത്തുന്നു, നമ്മൾക്കെതിരെ ഭീഷണി മുഴക്കുന്നു, നമ്മളെ ഭീഷണിപ്പെടുത്തിയാൽ തിരിച്ച് ഭീഷണി മുഴക്കും, ഭീഷണി അവർ നടപ്പാക്കിയാൽ നമ്മളും തിരിച്ചടിക്കും. നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ അവരുടെ രാജ്യസുരക്ഷയ്ക്ക് നേരെ ആക്രമിക്കാൻ യാതൊരു മടിയും ഉണ്ടാവില്ലെന്ന് ഖമേനി സൈനിക കമാൻഡർമാരോടായി പറഞ്ഞു. അമേരിക്കയുമായി ചർച്ച നടത്തുന്നത് ബുദ്ധിപരമോ മാന്യമോ അല്ല. അത് ഇറാന്റെ ഒരു പ്രശ്നത്തിനും പരിഹാരമാവില്ല. അത് അനുഭവമുള്ളതാണ്. 2015 അവർ ആണവ കരാർ ലംഘിച്ചു. അത് കീറിയെറിഞ്ഞുവെന്നും ഖമേനി പറഞ്ഞു. ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് യുഎസോ അമേരിക്കയോ ആക്രമണം നടത്തിയാൽ സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് മാറുമെന്നും ഇറാൻ അറിയിച്ചിരുന്നു. അടുത്തിടെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാന്റെ രഹസ്യ ആണവായുധ പരീക്ഷണശാല പൂർണ്ണമായും തകർന്നതായി റിപ്പോർട്ട് വന്നിരുന്നു. നേരത്തെ തന്നെ വകവരുത്താനാണ് ഇറാന്റെ ഉദ്ദേശമെങ്കിൽ പിന്നെ ആ രാജ്യം ബാക്കിയുണ്ടാവില്ലെന്നായിരുന്നു ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നത്. തന്നെ വധിക്കുകയാണെങ്കിൽ ഇറാൻ എന്ന രാജ്യം തുടച്ചു നീക്കുന്നതിനുള്ള എല്ലാ നിർദ്ദേശവും ഇതിനോടകം നൽകിയിട്ടുണ്ടെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. എല്ലാവർക്കും സന്തോഷത്തോടെ ജീവിക്കുന്നതിന് ഇറാനുമായി ഒരു സന്ധി ഉണ്ടാക്കാനുള്ള സാധ്യതയും ഞാൻ പരിശോധിക്കും. ഇതിനൊപ്പമാണ് ട്രംപിന്റെ ഭീഷണി. അതേസമയം ഇറാൻ ആണവായുധം വികസിപ്പിക്കാൻ ഒരുങ്ങുന്നുവെന്ന ആരോപണങ്ങൾക്ക് പിന്നാലെ ഇറാനെതിരെ ഉപരോധ നയം സ്വീകരിക്കാൻ അമേരിക്ക ഒരുങ്ങുന്നതായി ട്രംപ് പറഞ്ഞു. നിലവിൽ ഈ നയം കടുപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാകില്ലെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞിരുന്നു. വൈറ്റ് ഹൗസിലെ തന്റെ ആദ്യ ടേമിലേതിന് സമാനമായി ഉപരോധം പുനഃസ്ഥാപിക്കുന്നതിനുള്ള മെമ്മോറാണ്ടത്തിൽ ഒപ്പുവെക്കുന്നതിനിടയിലായിരുന്നു ട്രംപ് ഇക്കാര്യം അറിയിച്ചത്. ആണവ മേഖലയിൽ ഉൾപ്പെടെ ഇറാനെതിരെ ഉപരോധം ഏർപ്പെടുത്താൻ അമേരിക്കയിലെ എല്ലാ വകുപ്പുകളോടും നിർദ്ദേശിക്കുന്ന മെമ്മോറാണ്ടത്തിലാണ് ട്രംപ് ഒപ്പുവെച്ചിരിക്കുന്നതെന്ന് വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ അറിയിച്ചു. ഇറാന്റെ അതിക്രമങ്ങളെ തടയുന്നതിന് ട്രംപ് ഭരണകൂടത്തിന് ഈ ഉപരോധം കൂടുതൽ കരുത്തേകുമെന്നാണ് വൈറ്റ് ഹൗസ് വിലയിരുത്തുന്നത്. എന്നാൽ കടുത്ത നടപടിയിലേക്ക് നീങ്ങുന്നതിൽ ദുഃഖമുണ്ടെന്നാണ് ട്രംപ് പ്രതികരിക്കുകയും ചെയ്തിരുന്നത്. അമേരിക്കയുടെ ഈ നീക്കം ഇറാനെ സംബന്ധിച്ച് വളരെ കഠിനമായ ഒന്നാണ്. ഒട്ടും മനസ്സോടെയല്ല ഞാൻ ഈ നിർദ്ദേശത്തിൽ ഒപ്പുവെക്കുന്നത്. പക്ഷേ എല്ലാവരും ഇതാണ് ആഗ്രഹിക്കുന്നതെന്നാണ് മെമ്മോറാണ്ടത്തിൽ ഒപ്പുവെച്ച ശേഷം ട്രംപ് പ്രതികരിച്ചത്. എന്നാൽ കടുത്ത പ്രതിരോധത്തിലേക്ക് പോകേണ്ടി വരില്ലെന്നാണ് പ്രതീക്ഷ. ഞങ്ങൾ കരുത്തരായി തുടരുന്നതിനായാണ് അതൃപ്തിയോടെയാണെങ്കിലും ഞാൻ ഈ തീരുമാനമെടുക്കുന്നതെന്നും ട്രംപ് കൂട്ടിച്ചേർത്തിരുന്നു. ആണവ പദ്ധതികൾക്ക് നേരെയുള്ള ഭീഷണികളെ ചെറുതായി കാണുകയാണ് ഇറാൻ നേരത്തെ ചെയ്തത്. ഭൗതികമായ ഇടങ്ങളിൽ മാത്രമല്ല ഞങ്ങളുടെ ആണവശക്തി നിലനിൽക്കുന്നത്. ഇറാന്റെ ആണവശക്തി ശാസ്ത്രജ്ഞന്മാരുടെ മനസ്സിലും അറിവിലുമാണ്. ഇതിനെ വ്യോമാക്രമണത്തിലൂടെ തകർക്കാൻ സാധിക്കില്ല. 1-2 കേന്ദ്രങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഇറാന്റെ ആണവശക്തി. അവ പലയിടങ്ങളിലായി വ്യാപിച്ചതാണെന്നും ശക്തമാണെന്നും അരാക്ചി പറഞ്ഞിരുന്നു. അതോടൊപ്പം ഇറാന്റെ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റം അത്യാധുനിക വ്യോമാക്രമണങ്ങളെ അടക്കം പ്രതിരോധിക്കും. അതിനാൽ ആക്രമണം എത്രത്തോളം വിജയകരമാകുന്നുവെന്ന് സംശയമെന്നും വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പറഞ്ഞിരുന്നു. എതിരാളികൾ ആരെങ്കിലും അണ്വായുധ ശക്തി വികസിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് തകർക്കാൻ ശ്രമിക്കുന്നത് ഇസ്രായേലിന്റെ ശീലമാണ്. 1981 ജൂൺ 7 ഇറാഖിലെ ഔസിറാഖിലുള്ള ആണവ റിയാക്ടർ ഇതുപോലെ തകർത്തെറിഞ്ഞു. ഇവിടെ അണ്വായുധം വികസിപ്പിക്കുമെന്ന് ആരോപിച്ചായിരുന്നു ഇത്. 2018 സിറിയയിലെ അൽ കിബർ ആണവ കേന്ദ്രവും ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ തകർത്തിരുന്നു. ഇറാനിലെ ആണവ റിയാക്ടറുകളിൽ വൈറസ് ആക്രമണം നടത്തുന്നതും അവിടുത്തെ ആണവ ശാസ്ത്രജ്ഞരുടെ കൊലപാതകങ്ങളിൽ മൊസാദിനുള്ള കൈയുമെല്ലാം ചർച്ചാ വിഷയമാണ്. ഔദ്യോഗികമായി അണുശക്തിയാണെന്ന് ഇസ്രായേൽ അംഗീകരിച്ചിട്ടില്ലെങ്കിലും രാഷ്ട്രത്തിന് അണ്വായുധങ്ങളുണ്ടെന്നാണ് പ്രതിരോധ വിദഗ്ധരിൽ ഭൂരിപക്ഷവും വിശ്വസിക്കുന്നത്. അങ്ങനെയെങ്കിൽ ലോകത്തെ 9ാമത്തെ ആണവശക്തിയാണ് രാജ്യം. ആണവ നിർവ്യാപന കരാറിൽ ഒരിക്കലും ഒപ്പുവെക്കാൻ ഇസ്രായേൽ തയ്യാറായിട്ടില്ല എന്നതും വസ്തുതയാണ്. ഇസ്രായേലിന് 90 പ്ലൂട്ടോണിയം ന്യൂക്ലിയർ ആയുധങ്ങളുണ്ടെന്നും 100 മുതൽ 200 വരെ ആയുധങ്ങൾ ഉണ്ടാക്കാനുള്ള പ്ലൂട്ടോണിയം ശേഷി ഉണ്ടെന്നുമുള്ളത് ശക്തമായ വ്യൂഹമാണ്. എന്നാൽ ഇസ്രായേൽ സ്വന്തം നിലയിൽ ആണവായുധ പരീക്ഷണങ്ങളൊന്നും ഇതുവരെ ശ്രദ്ധ നേടുന്ന തരത്തിൽ നടത്തിയിട്ടുമില്ല.